പ്രസംഗിച്ചു. ഒരു പത്രക്കാരന് റിപ്പോർട്ട് ചെയ്തില്ല. കുഞ്ഞുഞ്ഞിനെ കുറിച്ചും KPCC പ്രസിഡന്റിനെ കുറിച്ചും പറഞ്ഞു. ഒന്നും നിങ്ങൾ മനസ്സിലാക്കില്ല. മൂവാറ്റുപുഴ MLA ശ്രീ ജോസഫ് വാഴക്കനാണ് ബാവ തിരുമേനിയെ സന്ദർശിക്കുവാനായിട്ട് ഇത് വന്നത്. ഞങ്ങളുടെ MLA ആണ് അദ്ദേഹം. കോൺഗ്രസ്സിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. ഈ കോടതി വിധി സംബന്ധിച്ച് അവർക്കൊന്നും ഇത് മുഴുവൻ ഗ്രഹിക്കുവാൻ ഉള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. നമുക്ക് അവരെ എല്ലാവരെയും ബോധ്യപ്പെടുത്താനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല. അദ്ദേഹം ഇവിടെ വന്ന് ബാവ തിരുമേനിയെ സന്ദർശിക്കുകയും കാര്യങ്ങൾ പറയും. നമുക്ക് ഇതൊരു അവസരമാണ്. അതായത് അദ്ദേഹത്തോട് ഈ കോടതിയുടെ വിധി എന്താണ്, ഈ ഇടവകയുടെ ആവശ്യം എന്താണ്, സഭയുടെ നിലപാടെന്താണ്, അത് പറയുവാനുള്ള അവസരം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതി വിധി ഒഴിവാക്കിക്കൊണ്ട് നമുക്കിവിടെ ഒരു കാര്യവും സമാധാനം സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അത് വരെ നമുക്കത് പറയുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യാനുള്ളൊരു അവസരമാണ്. അതുകൊണ്ട് നമ്മുടെ ഗസ്റ്റായിട്ട് വരുമ്പോൾ നിങ്ങൾ ശക്തിയായിട്ട് പറയാം. നിങ്ങൾ പറയുന്നതിൽ വളരെ ശക്തിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേൾക്ക് നിൽക്കുന്നവർ നിങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പറയാനുള്ള അവസരമാണ്. കാര്യം ബോധ്യപ്പെടുത്താനുള്ള കാര്യമാണ്. ഇതിൽ ഇൻറ്റൻസിറ്റി അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. രണ്ട് പിതാക്കന്മാരെ 6-7 ദിവസമായിട്ട് എടുക്കുന്ന നിരാഹാരത്തിൻ്റെ ഗൗരവം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. സേവ്യർ സിലുവേൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടുകാരനാണ്. തീർച്ചയായിട്ടും ആ വിവരം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. വളരെ സ്വാധീനമുള്ള ആളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നല്ല ഓഫീസ് ഈ സഭയുടെ നീതിപൂർവമായ ഒരു ഈ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് ഉപയോഗിക്കണമെന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്തെല്ലാമാണെങ്കിലും നമ്മുടെ അതിഥിയാണ്. നമ്മൾ അദ്ദേഹത്തിന് നമുക്ക് മനസ്സിൽ ബാവ തിരുമേനിയും കുറച്ച് ദിവസമായിട്ട് കിടക്കുന്നതിന് ഒത്തിരി മാനസികമായ വ്യഥയും ബുദ്ധിമുട്ടുള്ളവരാണ്. നിങ്ങളെ പോലെയെങ്കിലും അത്രയും ചിലപ്പോൾ ഇല്ലെന്ന് നിങ്ങൾ അവകാശപ്പെട്ടാലും അതുപോലെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാനിവിടെ. അല്ലെങ്കിൽ എനിക്കിവിടെ കൈ കെട്ടിയിരിക്കേണ്ട കാര്യമുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ വ്യഥയും വേദനയും എല്ലാം അറിയിക്കുവാനുള്ള ബാധ്യതയുണ്ട്. എങ്കിലും അവർ വരുമ്പോൾ അവർ നമ്മുടെ അതിഥിയാണ്. നമ്മുടെ കാര്യങ്ങൾ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള ബാധ്യതയുണ്ട് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒന്നും ചെയ്യരുത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ സന്ദർശനത്തിന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഉദ്യമത്തിന് തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ നന്ദിയും പ്രകാശിപ്പിക്കുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള സ്വാധീനവും ബന്ധങ്ങളും ഉപയോഗിച്ച് ഈ പ്രശ്നം വഷളാക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിലേക്ക് വരാതിരിക്കുവാൻ അദ്ദേഹം പ്രവർത്തിക്കണമെന്ന് പ്രത്യേകം ആഗ്രഹിക്കുക. അത് സഫലമായി തീരട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ ഈ സന്ദർശനത്തിന് ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നു.